ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെടുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രതികരണം. വാർത്തകൾ നിഷേധിച്ച് ഇറാൻ രംഗത്തെത്തി. മധ്യപൂർവേഷ്യയിൽ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ടെഹ്റാനിലും ടെല്ലവീവിലും മിസൈൽ മഴ പെയ്തിറങ്ങിയ രാത്രിയിൽ ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെകുത്താൻ കൊല്ലപ്പെട്ടു. അമേരിക്കയെ ചൂണ്ടുവിരലിൽ വിറപ്പിച്ച ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനായി കൊല്ലപ്പെട്ടെന്ന് അവകാശപ്പെടാൻ ട്രംപ് ഉപയോഗിച്ച വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് വന്ന സമയത്തും മധ്യപൂർവേഷ്യ നിന്ന് കത്തുകയായിരുന്നു. ട്രംപിന്റെ പ്രതികരണത്തിന് മുമ്പ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അയത്തുള്ള ഖമനായി കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ്. അതിനു തൊട്ടു മുൻപ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇസ്രായേൽ സേനയെ ഉദ്ധരിച്ച് ഖമനായി കൊല്ലപ്പെട്ടെന്ന വാർത്തകൾ നിറഞ്ഞു. ഇറാൻ ജനതയെ മാനസികമായി തോൽപ്പിക്കുവാനുള്ള ശ്രമമെന്നും പരമോന്നത നേതാവ് സുരക്ഷിതനെന്നും ഇറാന്റെ പ്രതിരോധം. ഇതിനിടെ ഖമനായിയുടെ കൊട്ടാരം തകർന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നു. ഇറാനിൽ ഭരണകൂടത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രകടനങ്ങൾ. ഖത്തറിലും ദോഹയിലും ദുബായിലും ബഹ്റിനിലും അപ്പോഴും ഇറാൻ ആക്രമണങ്ങൾ തുടരുകയായിരുന്നു. ഇനി അറിയേണ്ടത് ഇറാന്റെ ട്രംപിനുള്ള മറുപടിയാണ്. ആയത്തുള്ള അലി ഖമനായി ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പതനം സംഭവിച്ചു തുടങ്ങിയോ? ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.